നാളെ റിസൾട്ട് വന്നാൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം. അയാളെയൊക്കെ അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ നാളെ വരാൻ പോണത്. പിന്നെ പ്രായമായ അയാൾക്ക് ഇപ്പോൾ പറയണ അയാൾക്ക് എന്താണെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. അയാൾ പറയുന്ന ആരും കേൾക്കണമില്ല, ആരും വിശ്വസിക്കണമില്ല. സത്യത്തിൽ ഇതൊന്നും മറുപടി അറിയിക്കാത്ത ഓരോരോ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രായത്തിന്റെ ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു. അത്തരത്തിലുള്ളൊരു മന്ത്രിസഭ പിന്നെ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ തീരുമാനം തീർച്ചയായിട്ടും അതൊക്കെ അങ്ങനെ തന്നെ. അതിന്റെ സെലക്ഷനൊക്കെ വളരെ കൃത്യമായിരിക്കും. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവും മുസ്ലിം ലീഗിനകത്തുണ്ടാവില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശൻ തുടരെ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിക്കുകയാണ്. ഇന്നും അദ്ദേഹം പറയുകയുണ്ടായി, ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് പാണക്കാടാണ്, UDF വന്നാൽ ലീഗാവും ഭരണം കൈയാളുക എന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൽ കടന്നും പറഞ്ഞിട്ടുണ്ട്. നാളെ റിസൾട്ട് വന്നാൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം. അയാളെയൊക്കെ അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ് ഇപ്പോൾ നാളെ വരാൻ പോണത്. പിന്നെ പ്രായമായ അയാൾക്ക് ഇപ്പോൾ പറയണ അയാൾക്ക് എന്താണെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. അയാൾ പറയുന്ന ആരും കേൾക്കണമില്ല, ആരും വിശ്വസിക്കണമില്ല. സത്യത്തിൽ ഇതൊന്നും മറുപടി അറിയിക്കാത്ത ഓരോരോ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രായത്തിന്റെ ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, UDF-നകത്ത് ഒരുപക്ഷെ മറ്റു ഘടകകക്ഷികളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ലീഗിനെ ഇങ്ങനെ എപ്പോഴും കടന്നാക്കുന്നത്? ലീഗിന്റെ ഈ ഒരു സ്വീകാര്യത, ലീഗിന്റെ പൊതുരംഗത്തുള്ള പൊതുസമൂഹത്തിന്റെ ഇടയിലുള്ള ലീഗിന്റെ സ്വീകാര്യത, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കരുത്ത് കൊടുക്കുന്നത് മുസ്ലിം ലീഗാണ്. അത് അദ്ദേഹത്തിന് തിരിച്ചറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള പരാമർശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് തന്നെ ദോഷം ചെയ്യും, യാതൊരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതിപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായമായി, അയാൾ പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയുന്നില്ല. അത് അർഹിക്കുന്ന അവഗണന, ആ നിലയിൽ അത് അവഗണിച്ച് തള്ളുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. UDF വന്നാൽ, ലീഗ് വന്നാൽ മാറാട പോലെയുള്ള ആവർത്തിക്കും, ഇവിടെ വർഗീയ കലാപം ഉണ്ടാകും. അതൊന്നും ഇവിടെ നടക്കാൻ പോകില്ല. അതൊക്കെ വിചാരിച്ചിട്ട് രംഗത്ത് വരികയാണെങ്കിൽ ഞാൻ പറയാം, അത്തരം ശക്തികളൊക്കെ ഇവിടെ കൂച്ചുവിലങ്ങിടാൻ ഇവിടെ ഗവൺമെന്റ് ഉണ്ടാവും, UDF ഗവൺമെന്റ് ഉണ്ടാവും. യാതൊരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഒരു മതനിരപേക്ഷത ഗവൺമെന്റ് തന്നെ ഇവിടെ കേരളം ഭരിക്കും. ഒരു സംശയമുള്ള, ഒരു വർഗീയ കലാപം ഉണ്ടാവില്ല. മതസൗഹാർദ്ദത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനം ഇവിടെ നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഛിദ്രശക്തികൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവരെ പിടിച്ച് കൂട്ടിലാക്കും. ഒരു സംശയം വേണ്ട. വെള്ളാപ്പള്ളി പോലുള്ള വർഗീയതയ്ക്കെതിരെയുള്ള ശക്തമായ അതേ ഈ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങൾ, പൊതുസമൂഹത്തിനുള്ള അറപ്പുണ്ടാക്കുന്ന ജൽപ്പനങ്ങൾ, വിദ്വേഷം, പക അത് പകർത്തുക, അത് അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. അദ്ദേഹം മാറ്റൂല. അതിപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിന്റെ കുഴപ്പമാണത്. അതിനുള്ള ചികിത്സയാണ് ഇപ്പം ഇനി നോക്കേണ്ടത്. നാളെ റിസൾട്ട് വന്നാൽ ചിലപ്പോൾ ഇതിലും കൂടുതൽ അദ്ദേഹം പറയും. അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതായാലും UDF അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണല്ലേ? തീർച്ചയായിട്ടും, യാതൊരു സംശയവും വേണ്ട. UDF അധികാരത്തിൽ വരും. ഒരു നല്ലൊരു ഭരണം ഈ വരുന്ന 5 കൊല്ലക്കാലം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം ലീഗ് UDF അധികാരത്തിൽ വരും. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എല്ലാ കാലത്തിലും അപേക്ഷിച്ച് ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കും, കൂടുതൽ സീറ്റുകൾ നേടും, അർഹിക്കുന്ന പ്രാധാന്യം മുസ്ലിം ലീഗിന് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയെ പോലെ വർഗീയ പരാമർശം നടത്തുന്നവരെ പിടിച്ചുകെട്ടും എന്നുകൂടി ഇപ്പോൾ P. അബ്ദുൽ ഹമീദ് MLA പറയുകയാണ്. മലപ്പുറത്ത് നിന്ന് അൻരൂപിച്ചിക്കോടിന്റെ പഞ്ചം ഷീർക്കുടി, മീഡിയ.